ഓക്കെ, എഗ്രി ഓർ ഡിസഗ്രി എസ്സേ എങ്ങനെ എഴുതുമെന്ന് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ ഒരു എസ്സേ ക്വസ്റ്റ്യൻ ഞാനിപ്പോൾ എഴുതാം. Some people think typical teaching of a teacher and students in the class will not exist by the year 2050. Do you agree or disagree? ഓക്കെ, ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ, എഗ്രി ഓർ ഡിസഗ്രി. ഇപ്പം നമ്മൾക്കറിയാം എഗ്രി ഡിസഗ്രി വന്നു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സൈഡ് സപ്പോർട്ട് ചെയ്യാം. ഒന്നെങ്കിൽ എഗ്രി അല്ല ഡിസഗ്രി. എഗ്രി ആണ് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട് 1 and 2 എഗ്രി, കൺക്ലൂഷൻ. ഡിസഗ്രി ആണെങ്കിൽ ഇൻട്രൊഡക്ഷൻ, ബോഡി പാർട്ട് 1 and 2 ഡിസഗ്രി, കൺക്ലൂഷൻ. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഇൻട്രൊഡക്ഷൻ എഴുതണം. ഇൻട്രൊഡക്ഷനിൽ നമുക്ക് എന്തൊക്കെ എഴുതേണ്ടതെന്ന് അറിയാം. ജനറൽ സെൻറ്റൻസ്, പാരഫ്രേസ്, തീസിസ്. അപ്പോൾ ജനറൽ സെൻറ്റൻസ് നമ്മൾ എഴുതാൻ പോവുകയാണ് ഇൻട്രൊഡക്ഷനിൽ. അപ്പോൾ നമ്മൾ ഇൻട്രൊഡക്ഷൻ ജനറൽ സെൻറ്റൻസ് എഴുതുന്നതിന് മുമ്പ് ആദ്യം ഈ ക്വസ്റ്റിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പോർഷൻ നമ്മൾ മനസ്സിലാക്കണം. സം പീപ്പിൾ തിങ്ക് ദാറ്റ് ടിപ്പിക്കൽ ടീച്ചിങ് ഓഫ് എ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ഇൻ ക്ലാസ് വിൽ നോട്ട് എക്സിസ്റ്റ് ബൈ ദി ഇയർ 2000. അപ്പോൾ 2050 ആകുമ്പോഴത്തേക്കും സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന രീതി അത് ഉണ്ടാവില്ല അല്ലേ. ടീച്ചറും സ്റ്റുഡൻസും കൂടി ഒരു ക്ലാസ് റൂമിൽ ഇരുന്ന് പഠിപ്പിക്കുന്ന രീതി ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? പുതിയ ടെക്നോളജി വരും എന്നാണ്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ഒരു ചേഞ്ചിനെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്, വരാൻ പോകുന്ന ചേഞ്ചിനെ കുറിച്ച്. അപ്പോൾ എഡ്യൂക്കേഷൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റിനെ കുറിച്ച് നമ്മളൊരു ജനറൽ സെൻറ്റൻസ് എഴുതാം. അപ്പോൾ നമുക്ക് എഴുതാം, എഡ്യൂക്കേഷൻ ജനറൽ സെൻറ്റൻസ് ആണ്, ഹാസ് ചേഞ്ച്ഡ് significantly with the rise of ടെക്നോളജി. ഇതാണ് നമ്മളുടെ ജനറൽ സെൻറ്റൻസ്. ഇനി നമ്മൾ പാരഫ്രൈസ് ചെയ്യണം. അപ്പോൾ ഫുൾ സ്റ്റോപ്പ് കഴിഞ്ഞിട്ട് ഈ സ്റ്റേറ്റ്മെൻറ്റ് പോർഷൻ 2050 വരെ പാരഫ്രൈസ് ചെയ്യണം. അപ്പോൾ സം പീപ്പിൾ നമ്മൾ സം പീപ്പിൾ തിങ്ക്, അപ്പോൾ നമുക്ക് അങ്ങനെ തന്നെ എഴുതാം. പാരഫ്രൈസ് ആണ്. തിങ്കിന് വരെ നമ്മൾക്ക് ബിലീവ് എന്ന് എഴുതാം. ഓക്കെ, എന്താണ് ടിപ്പിക്കൽ ടീച്ചിങ്. അപ്പോൾ നമുക്ക് അതിൻ്റെ എങ്ങനെ എഴുതാം? Some people believe that traditional classrooms where teachers instruct students face to face will no longer exist by 2050. അപ്പോൾ നമ്മൾ പാരഫ്രൈസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ തീസിസ് എഴുതാൻ പോയി കേട്ടോ. അപ്പോൾ ഓരോ ക്വസ്റ്റിനും അതിൻ്റേതായ തീസിസ് ഉണ്ട്. അപ്പോൾ അഗ്രി ഡിസഗ്രിക്കും ഒരു തീസിസ് ഉണ്ട്. തീസിസിനാണ് എൻ്റെ വീഡിയോ പിന്നീട് അപ്ലോഡ് ചെയ്യാം. ഇപ്പോൾ തീസിസ് എഴുതാൻ പോവുകയാണ്. ദിസ് എസ്സേ strongly agrees that typical teaching
is a major problem and must address sustainable solutions. നമ്മളിവിടെ ജനറൽ സെൻറ്റൻസ് എഴുതി, പാരഫ്രേസ് ചെയ്തു, തീസിസ് എഴുതി. ഓക്കെ, അപ്പോൾ ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞു. ഇനി നമ്മൾ ബോഡി പാർട്ട് 1. അപ്പോൾ നമ്മൾ സ്ട്രക്ചർ അനുസരിച്ച് ബോഡി പാർട്ട് 1 നമ്മൾ എഗ്രി ചെയ്തണം അല്ലേ. അപ്പോൾ ബോഡി പാർട്ട് 1 യൂസ് ചെയ്യണ കണക്റ്റീവ്സ് ഉണ്ട്. അത് ടു ബിഗിൻ വിത്ത്, ടു കമൻസ് ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യണം. ഞാനിപ്പോൾ ടു ബിഗിൻ കണക്റ്റീവ്സ് ചെയ്തുമ്പോൾ കോം ഇടാം, എന്നിട്ടൊരു എഗ്രി പോയിൻ്റ് എഴുതണം. അപ്പോൾ നമ്മൾ എന്താണ് ട്രഡീഷണൽ ടീച്ചിങ് പോകൂലേ അല്ലേ, അത് പുതിയ ടെക്നോളജി ഓൺലൈൻ എഡ്യൂക്കേഷനൊക്കെയാണ് വരുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു പോയിൻ്റ് നമുക്ക് എഴുതാം. ഇപ്പോൾ ഒരു പോയിൻ്റ്, 1 reason why traditional teaching may disappear is the increasing popularity of online education. ഇപ്പോൾ ട്രഡീഷണൽ ടീച്ചിങ് ഡിസപ്പിയർ ചെയ്യാനുള്ള ഒരു കാര്യം ഓൺലൈൻ എഡ്യൂക്കേഷൻ്റെ പോപ്പുലാരിറ്റി കൂടുന്നു. നമ്മൾ പോയിൻ്റ് ചെയ്തു. പിന്നെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് കുറേ എക്സ്പ്ലനേഷൻ കണക്റ്റീവ്സ് ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം. ഞാനിവിടെ പെർട്ടിക്കുലർലി കോമിടാം, കണക്റ്റീവ്സ് ചെയ്തിരിക്കുമ്പോൾ കോമിടാം. ഇനി ഈ പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്യണം അല്ലേ. ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് allow students to learn anytime and anywhere. ഓക്കെ, ഇപ്പം നമ്മൾക്ക് പോയിൻ്റ് എഴുതി. ഇപ്പം നമ്മൾ പോയിൻ്റ് എഴുതി അല്ലേ. ഈ പോയിൻ്റ് എക്സ്പ്ലെയിൻ ചെയ്തുകൂടെ. ഇവിടെ ഒന്നെങ്കിൽ ഒരു സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുക, അല്ലെങ്കിൽ 2 സെൻറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഒരു സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഒരു എക്സാമ്പിൾ വെക്കണം. അപ്പോൾ എക്സാമ്പിൾ വെക്കുമ്പോൾ നമ്മൾ എന്താണ് ആപ്റ്റായിട്ടുള്ള എക്സാമ്പിൾ വെക്കണം. അപ്പോൾ ഈ എക്സ്പ്ലനേഷനിൽ പറയുന്നത് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിനെ കുറിച്ചാണ് അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിളായിട്ട് ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് ഏതെങ്കിലും പേരുകൾ വെക്കാം. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസിൻ്റെ പേരുകളാണ് എക്സാമ്പിളായിട്ട് വെക്കുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് അൺഅക്കാഡമി, യു അക്കാഡമി. അപ്പോൾ എസ് എഴുതുമ്പോൾ നമ്മൾ എന്താണ് എക്സെട്ര ചെയ്തില്ല, ആൻഡ് ഓൾ അല്ലെങ്കിൽ സോ ഓൺ എഴുതും. അപ്പോൾ ഞാനിവിടെ ആൻഡ് ഓൾ ഫുൾ സ്റ്റോപ്പ്. അപ്പോൾ പോയിൻ്റ് എഴുതി എക്സ്പ്ലെയിൻ ചെയ്തു, ഒരു എക്സാമ്പിൾ വെച്ചു. ഇനി ഇവിടെ തന്നെ വേറൊരു എഗ്രി പോയിൻ്റും കൂടി എഴുതണം. അപ്പോൾ വേറൊരു എഗ്രി പോയിൻ്റും കൂടി എഴുതാനായിട്ട് ഞാൻ അനദർ എഗ്രി പോയിൻ്റ് അല്ലെങ്കിൽ അനദർ പോയിൻ്റ് ഇസ് ദാറ്റ് എന്ന് എഴുതിയാൽ മതി. എഗ്രി പോയിൻ്റ് ഈസ് ദാറ്റ്. ഇനി ഒരു എഗ്രി പോയിൻ്റും കൂടി എഴുതാം. അപ്പോൾ പുതിയ ടീച്ചിങ് മെത്തേഡാണ് നമ്മളെപ്പോഴും കേൾക്കുന്നത് AI അല്ലേ. അപ്പോൾ AIൻ്റെ രീതിയിലുള്ള ടീച്ചിങ് മെത്തേഡ് വന്നു കഴിഞ്ഞാൽ അത് ടീച്ചേഴ്സിനെ അഡ്വേഴ്സ്ലി എഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് എഴുതാൻ പോകുന്നത് കേട്ടോ. AI പവേർഡ് ലേണിംഗ് സിസ്റ്റംസ് can replace teachers by offering personalized lessons based on a student's
പ്രോഗ്രസ്. അപ്പോൾ AI ഒക്കെ വന്നു കഴിഞ്ഞാൽ ഓരോ കുട്ടികളുടെ നിലവാരം അനുസരിച്ചുള്ള ലെസൺസ് അത് പ്രൊവൈഡ് ചെയ്യും അല്ലേ. അപ്പോൾ ടീച്ചേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ ആവറേജ് ഉള്ള സ്റ്റുഡൻസിന് അതിന് പറ്റിയുള്ള അവരുടെ ലെവലിന് പറ്റിയുള്ള ലെസൺസും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പോയിൻ്റ് ചെയ്ത് ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയി. ഇനി ഇത് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ഞാൻ എക്സ്പ്ലനേഷൻ കണക്റ്റീവ്സ് യൂസ് ചെയ്യാനില്ല, കാരണം നമ്മൾ അധികം കണക്റ്റീവ്സ് യൂസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഞാനിത് എക്സ്പ്ലനേഷൻ കണക്റ്റീവ് എടുക്കാതെ ജസ്റ്റ് വെറുതെ ആ പോയിൻ്റ് എഴുതി കഴിഞ്ഞിട്ട് ഫുൾ സ്റ്റോപ്പ് ഇട്ട് പിന്നെ ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണേ. ഓക്കെ, ദീസ് ടൂൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? AI ടൂൾസ് അല്ലേ. ദീസ് ടൂൾസ് ഓൾസോ പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് അല്ലേ. ടെസ്റ്റൊക്കെ കണ്ടക്ട് ചെയ്ത് AI ടെസ്റ്റൊക്കെ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫീഡ്ബാക്ക് വേഗം തരും. ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് to correct mistakes in real time അല്ലേ. അപ്പോൾ ഇവിടെ ഞാൻ എന്താണ് എക്സ്പ്ലനേഷൻ എഴുതിയല്ലേ. ദീസ് ടൂൾസ് ഓൾസോ പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ടു കറക്റ്റ് മിസ്റ്റേക്സ് ഇൻ റിയൽ ടൈം എന്ന് എഴുതി. അതൊരു സെൻറ്റൻസിലാണ് എക്സ്പ്ലെയിൻ ചെയ്തേക്കണം. ഇനി ഒരു സെൻറ്റൻസിലും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണേ. അപ്പോൾ പോയിൻറ്റിൻ്റെ എക്സ്പ്ലനേഷൻ 2 സെൻറ്റൻസ് ഒരു സെൻറ്റൻസിൽ എഴുതാം. ഞാൻ ഒരു സെൻറ്റൻസിൽ 2 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി ഒരു സെൻറ്റൻസ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് വെച്ചു. ദീസ് ടൂൾസ് ഓൾസോ പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ടു കറക്റ്റ് മിസ്റ്റേക്സ് ഇൻ റിയൽ ടൈം എന്ന് എഴുതി. ഇനി ഒരു സെൻറ്റൻസിലും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഇറ്റ് enables real-time translation and speech to text features, making learning more inclusive for students with disabilities. Okay. അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? ഇറ്റ് എനേബിൾ റിയൽ ടൈം ട്രാൻസ്ലേഷൻ ആൻഡ് സ്പീച്ച് ടു ടെക്സ്റ്റ് ഫീച്ചേഴ്സ് മേക്കിംഗ് ലേണിംഗ് മോർ ഇൻക്ലൂസീവ് ഫോർ സ്റ്റുഡൻസ് ഡിസബിലിറ്റീസ്. അപ്പോൾ സ്റ്റുഡൻസ് ഡിസബിലിറ്റീസ് ഉള്ള ഇറ്റ് എനേബിൾ റിയൽ ടൈം ട്രാൻസ്ലേഷൻ ആൻഡ് സ്പീച്ച് ടു ടെക്സ്റ്റ് ഫീച്ചേഴ്സ്. അതായത് റിയൽ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈവായിട്ട് അല്ലേ, ലൈവായിട്ടുള്ള ട്രാൻസ്ലേഷനും സ്പീച്ചും അല്ലേ, ടെക്സ്റ്റ് ഫീച്ചേഴ്സും ടു ടെക്സ്റ്റ് സ്പീച്ച് ടു ടെക്സ്റ്റ് ഫീച്ചേഴ്സ്. ഓക്കെ, മേക്കിംഗ് ലേണിംഗ് മോർ ഇൻക്ലൂസീവ് ഫോർ സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസ്. അപ്പം എന്താണ് ലേണിംഗ് കൂടുതൽ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലേണിംഗ് ആയിരിക്കും. ഡിസബിലിറ്റീസ് ഉള്ളവരെയും അല്ലാത്തവരെയും എല്ലാവരെയും ഇൻക്ലൂസീവ് എന്ന് തന്നെ ഉൾപ്പെടുത്തുക. ഓക്കെ, എല്ലാവരും ഉൾപ്പെടുത്തുക, ഓരോരുത്തരെയും ഉൾപ്പെടുത്തുക എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ലേണിംഗ് ആയിരിക്കും എന്താണ് AI കൊണ്ട് ചെയ്യാൻ പോകുന്നത് അല്ലേ. AI ചെയ്യാൻ പോകുന്ന ലേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസബിലിറ്റീസ് ഉള്ളവർ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് ലൈവായിട്ടുള്ള ട്രാൻസ്ലേഷനും ടെക്സ്റ്റ് ഫീച്ചേഴ്സും സ്പീച്ചൊക്കെ എഴുതുന്നതിന് ടെക്സ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഫീച്ചേഴ്സൊക്കെ പ്രൊവൈഡ് ചെയ്തത് അങ്ങനത്തെ ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു ടീച്ചിങ് മെത്തേഡാണ് AI ടീച്ചിങ് മെത്തേഡ്. അപ്പോൾ അതൊക്കെ വരുമ്പോൾ കൂടുതൽ കംഫർട്ടബിളാണ് സ്റ്റുഡൻസിന് അല്ലേ. അവരവരുടെ ഓരോ ലെവൽ ഓഫ് അക്കാഡമിക് ലെവൽ അനുസരിച്ച് അവർക്ക് പഠിക്കാനും വേഗം ഫീഡ്ബാക്ക് കിട്ടാനും ലഭിക്കും. ഓക്കെ, സോ അപ്പോൾ നമ്മളിപ്പോൾ ഒരു പോയിൻ്റ് എഴുതി. അത് ഇവിടെ നമ്മൾ പോയിൻ്റ് എഴുതി അല്ലേ. അത് അനദർ പോയിൻ്റ് ഇസ് ദാറ്റ് AI പവർഡ് ലേണിംഗ് സിസ്റ്റംസ് ക്യാൻ റീപ്ലേസ് ടീച്ചേഴ്സ് ബൈ ഓഫറിംഗ് പേഴ്സണലൈസ്ഡ് ലെസൺസ് ബേസ്ഡ് ഓൺ സ്റ്റുഡൻസ് പ്രോഗ്രസ് അല്ലേ. അതാണ് നമ്മൾ എഴുതിയ പോയിന്റ്. അത് എക്സ്പ്ലെയിൻ ചെയ്ത് ദീസ് ടൂൾസ് ഓൾസോ പ്രൊവൈഡ് ഇമ്മീഡിയറ്റ് ഫീഡ്ബാക്ക് ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ടു കറക്റ്റ് മിസ്റ്റേക്സ് ഇൻ റിയൽ ടൈം.
It enable real-time translation and speech to text features, making learning more inclusive for students with disabilities. നമ്മളത് എഴുതിയല്ലേ, എക്സ്പ്ലെയിൻ ചെയ്തു, 2 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇതോടുകൂടി ബോഡി പാർട്ട് 1 കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ബോഡി പാർട്ട് 2 ആണ്. ബോഡി പാർട്ട് 2ൽ നമ്മൾക്ക് യൂസ് ചെയ്യണ കണക്റ്റീവ്സ് നമ്മൾക്ക് ഫെർദർ മോർ, ഓക്കെ. ഇനി ഒരു പോയിന്റ് ചെയ്താൽ the use of virtual and augmented reality is also changing how students learn. അപ്പോൾ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി ഒക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു അക്കാഡമിക് ചേഞ്ച് ഉണ്ടാകും. ഇനി അത് എക്സ്പ്ലെയിൻ ചെയ്യാം, 1-2 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ ഞാനിവിടെ 2 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യാൻ ഇനി എക്സ്പ്ലനേഷൻ കണക്റ്റീവ്സ് ഒന്നും വേണ്ട. ഓക്കെ, ദീസ് ടെക്നോളജീസ് അല്ലേ, ഓക്കെ, ദീസ് ടെക്നോളജീസ് എന്ന് പറഞ്ഞാൽ ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പോലത്തെ ടെക്നോളജീസ്. ദീസ് ടെക്നോളജീസ് create interactive learning experiences, making physical classrooms unnecessary. Unnecessary. അപ്പോൾ ടെക്നോളജി ക്രിയേറ്റ് ഇൻ്ററാക്റ്റീവ് ലേണിംഗ് എക്സ്പീരിയൻസസ് മേക്കിംഗ് ഫിസിക്കൽ ക്ലാസ് റൂം. അപ്പം അങ്ങനെ വന്നു കഴിയുമ്പോൾ ഫിസിക്കൽ ക്ലാസ് റൂംസിന് ഉപയോഗം ഉണ്ടാകില്ല അല്ലേ. ടെക്നോളജി വന്നു കഴിഞ്ഞാൽ ഇൻ്ററാക്റ്റീവ് ലേണിംഗ് ആയിരിക്കും. ഇൻ്ററാക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള പരസ്പരം ഒരു കമ്മ്യൂണിക്കേഷനുള്ള ഒരു ലേണിംഗ് വന്നു കഴിഞ്ഞാൽ ഫിസിക്കൽ ക്ലാസ് റൂംസ് അൺനെസസറി ആവും അല്ലേ. ഓക്കെ, ഇനി ഒരു സെൻറ്റൻസും കൂടി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. visual and experimental learning improves memory retention compared to ട്രഡീഷണൽ ലെക്ചേഴ്സ്. അപ്പം എന്താണ് വിഷ്വൽ ആൻഡ് എക്സ്പെരിമെൻ്റൽ? വിഷ്വൽ ഫീച്ചേഴ്സൊക്കെ കാണിച്ചുള്ളതും എക്സ്പെരിമെൻ്റ് വഴിയുള്ള ലേണിംഗ് വഴി മെമ്മറി റീറ്റെൻഷൻ, അതായത് ഓർമ്മയിൽ നിലനിൽക്കുക, റീറ്റെൻഷൻ നിലനിൽക്കുക, കമ്പയർ ടു ട്രഡീഷണൽ ലെക്ചേഴ്സ്. സാധാരണ ക്ലാസ് റൂമിലെ ടീച്ചിങ്ങിനേലും കൂടുതൽ ഓർമ്മയിൽ ഇരിക്കുന്നത് വിഷ്വലും എക്സ്പെരിമെൻ്റൽ ലേണിങ്ങുമാണ്. ഇപ്പോൾ പോയിൻ്റ് ചെയ്ത് 2 സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തു. ഇനി ഒരു എഗ്രി പോയിൻറ്റും കൂടി എഴുതാൻ പോകുന്നു. അതിന് ഞാനൊരു കണക്റ്റ് യൂസ് ചെയ്യും, ഇൻ അഡിഷൻ കോമ. ഇനി ഒരു എഗ്രി പോയിൻ്റ് എഴുതാൻ പോവുകയാണ്. ഡിജിറ്റൽ ടൂൾസ് ക്യാൻ ടേക്ക് ഓവർ administrative and teaching tasks such as grading and attendance tracking. അപ്പോൾ ഡിജിറ്റൽ ടൂൾസ് പഠിപ്പിക്കൽ മാത്രമല്ല, അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളും അതിന് ചെയ്യാൻ പറ്റും. ഗ്രേഡിങ്ങും അറ്റൻഡൻസൊക്കെ കറക്റ്റായിട്ട് അവർക്ക് ഈ ടൂൾസ് വഴി നമുക്ക് കിട്ടും. ഓക്കെ, ഇത് പോയിൻ്റാണ്.
ഇനി ഞാനിത് ഒരു സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ദിസ് റെഡ്യൂസസ് the need for teachers in a traditional setting. അല്ലേ? അപ്പോൾ ഇങ്ങനെ ഡിജിറ്റൽ ടൂൾസ് ഗ്രേഡിങ്ങും ഒക്കെ ചെയ്യുമ്പോൾ ടീച്ചേഴ്സിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മളൊരു പോയിൻ്റ് എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ എന്താണ്, ഇത് എക്സ്പ്ലെയിൻ ചെയ്തു അല്ലേ, രണ്ട് സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തു. പിന്നെ നമ്മളൊരു പോയിൻ്റ് എഴുതി അതൊരു സെൻറ്റൻസിൽ എക്സ്പ്ലെയിൻ ചെയ്തു, തീർന്നു. ബോഡി പാർട്ട് 2 കഴിഞ്ഞു. ഫർദർ മോർ വെച്ചിട്ട് ബോഡി പാർട്ട് 2 കഴിഞ്ഞു. ഇനി ലാസ്റ്റ് കൺക്ലൂഷനാണ്. കൺക്ലൂഷൻ എഴുതാനായിട്ട് നമ്മൾ യൂസ് ചെയ്യണ കണക്റ്റീവ്സ് ആണ് ടു കൺക്ലൂഡ്. അപ്പോൾ ഏത് ക്വസ്റ്റ്യൻ കിട്ടിയാലും കൺക്ലൂഷനിൽ നമ്മൾ എഴുതേണ്ടത് ഓൺ വ്യൂ പ്ലസ് ഫ്യൂച്ചർ ആക്ഷൻ ഓർ സൊല്യൂഷൻ. ഓൺ വ്യൂ എന്താണ്, ഫ്യൂച്ചറിൽ എന്ത് ആക്ഷനാണ് സൊല്യൂഷനാണ് എടുക്കാൻ പോകുന്നത് എന്നുള്ളതാണ് കൺക്ലൂഷൻ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ടു കൺക്ലൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്റ്റീവ്സ് എഴുതാം. ടു കൺക്ലൂഡ്, ഓക്കെ. ടു കൺക്ലൂഡിനായിട്ട് നമ്മൾ ഓൺ വ്യൂ എഴുതണം, ഫ്യൂച്ചർ ആക്ഷൻ ഓർ സൊല്യൂഷൻ എഴുതണം അല്ലേ. അപ്പോൾ നമുക്ക് എഴുതാം, ട്രഡീഷണൽ ക്ലാസ് റൂംസ് അല്ലേ, ട്രഡീഷണൽ ക്ലാസ് റൂം ടീച്ചിങ് മേ ബിക്കം, ഈ ടൂൾസ് വരുന്നതോടുകൂടി ട്രഡീഷണൽ ക്ലാസ് റൂം ബിക്കം ലെസ് കോമൺ by 2050 due to advancements in technology. ഇനി ഫ്യൂച്ചർ ആക്ഷൻ ചെയ്താൽ നമ്മൾ എ പോസിബിൾ ഫ്യൂച്ചർ ആക്ഷൻ could be the integration of both online and in-person learning. Okay. അപ്പോൾ പോസിബിൾ ഫ്യൂച്ചർ ആക്ഷൻ എന്താണ്, കുഡ് ബി ദ ഇൻ്റഗ്രേഷൻ ഓഫ് ബോത്ത് ഓൺലൈൻ ആൻഡ് ഇൻ പേഴ്സണൽ ലേണിംഗ്. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്ക് രണ്ടും കൂടി ഇൻക്ലൂഡ് ചെയ്ത് കുട്ടികളെ പഠിപ്പിക്കും. ഇതോടുകൂടി നമ്മളുടെ എസ്സേ കഴിഞ്ഞു. അപ്പോൾ എസ്സേയിൽ നമ്മൾ എന്താണ്, ആദ്യം നമ്മൾ ജനറൽ സെൻറ്റൻസ് എഴുതി നമ്മൾ പാരഫ്രേസ് ചെയ്തു, തീസിസ് എഴുതി, പിന്നെ നമ്മൾ ബോഡി പാർട്ട് 1 ടു ബിഗിൻ വിത്ത് തുടങ്ങി, നമ്മൾ പോയിൻ്റ് എഴുതി 1-2 സെൻറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം, എക്സാമ്പിൾ എഴുതി, പിന്നെയും ഒരു പോയിൻ്റ് എഴുതി 1-2 സെൻറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്തു. അവിടെ നമ്മൾ എക്സാമ്പിൾ എഴുതിയില്ല. പിന്നെ നമ്മൾ നെക്സ്റ്റ് പാരഗ്രാഫ് ഫർദർ മോർ പോയി പോയിൻ്റ് എഴുതി അത് എക്സ്പ്ലെയിൻ ചെയ്ത്, ഇവിടെ എക്സാമ്പിൾ വേണ്ട, എഗ്രി ആയതുകൊണ്ട് ആദ്യം നമ്മൾ എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഇവിടെ എക്സാമ്പിൾ നമുക്ക് വേണ്ട. എഗ്രിയിൽ ഏതെങ്കിലും ഒരു സൈഡിൽ ഏതെങ്കിലും ഒരു പാരഗ്രാഫിൽ എക്സാമ്പിൾ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ആദ്യം തന്നെ എക്സാമ്പിൾ വെച്ചുകൊണ്ട് പിന്നീട് എനിക്ക് എക്സാമ്പിൾ വെക്കണ്ട. അപ്പോൾ ഫർദർ മോർ എഴുതി പോയിൻ്റ് എഴുതി അത് 1-2 സെൻറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇൻ അഡീഷൻ വെച്ചിട്ട് പിന്നെയും പോയിൻ്റ് എഴുതി 1-2 സെൻറ്റൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ കൺക്ലൂഷൻ, ഫ്യൂച്ചർ ആക്ഷൻ പ്ലസ് സൊല്യൂഷനാണ് നമ്മൾ കൺക്ലൂഷൻ ചെയ്തത്. ഇതോടുകൂടി നമ്മൾ എഗ്രി ഡിസെഗ്രി ക്വസ്റ്റ്യൻ എഴുതി കഴിഞ്ഞു. ഇങ്ങനെയാണ് നമ്മൾ എഗ്രി ഡിസെഗ്രി ക്വസ്റ്റ്യൻ എഴുതുന്നത്. ഓക്കെ, ഇനി അടുത്ത ടൈപ്പ് ക്വസ്റ്റ്യനായിട്ട് നമ്മൾക്ക് നെക്സ്റ്റ് വീഡിയോ വി ക്യാൻ സി. ഓക്കെ, ബൈ.